അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ഇന്നിവിടെ ബസ് ഡ്രൈവറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ഡേ. ഇന്നലെയാണ് നമുക്ക് ജോലി കിട്ടിയത്. പിന്നെ ഇന്നലെ തന്നെ ഞാൻ ലൈസൻസ് കൊടുത്തത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമുക്ക് വേകുമ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് ജോലിക്ക് പോട്ടെ. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരെ കാറും കൊണ്ട് ബസ് സ്റ്റേഷനിലേക്ക് പോവാം. ബസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഇവിടെ അടുത്താണ്. പിന്നെ അവിടെ കാറ് ഫോർച്യൂണറാണ്. അപ്പോൾ നമുക്ക് അവിടെ കാറും കൊണ്ട് അങ്ങോട്ട് ചെല്ലണം. പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരമൊന്നും ഇല്ല ഡേയ്സ്, ഇപ്പം തന്നെ എത്തും. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ശരിക്കും 5 ബസ്സാണ് പാർക്ക് ചെയ്യാൻ പറ്റണത്. 5 തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണ 4 ഉണ്ടാവാറ്. നമ്മുടെ കാറ് സൈഡിൽ പാർക്ക് ചെയ്ത് ഇടാം ഡേയ്സ്. അപ്പോൾ എനിക്കിതിൽ ഉള്ളത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ പച്ച ബസ്സും പിന്നെ ആ വെള്ള ബസ്സുമാണ്. പിന്നെ നമുക്ക് ആ പച്ച ബസ് എടുക്കാം ഡേയ്സ്. വെള്ള ബസ്സാണെങ്കിൽ എടുക്കാൻ ഇത്തിരി പണിയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വല്ല വണ്ടിയിൽ തട്ടിക്കഴിഞ്ഞാൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കാണെങ്കിൽ പതുക്കെ ഇറക്കാം. കാരണം നമ്മുടെ ജോലി ഇന്ന് കിട്ടിയാണ്. ലൈസൻസും ഇന്നലെ കിട്ടിയാണ് ഇന്നല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. എനിക്കാണെങ്കിൽ ചെറിയ പേടിയുണ്ട് ആദ്യമായിട്ടായതുകൊണ്ട്. ഫസ്റ്റ് സ്റ്റോപ്പ് വന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ അവിടെയാണ്. ജുറാസിക് പാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടേ ഇത്തിരി മര്യാദക്കൊക്കെ ഓടിക്കുക. ഇപ്പോൾ വണ്ടിയിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ആൾക്കാരെ പിക്ക് ചെയ്യാൻ പോണേണ്. അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് പോലെ ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ വലിയവളൊക്കെ വരുമ്പോഴെങ്കിൽ പേടി ബാക്ക് തട്ടുവാന്ന് വല്ല പോസ്റ്റിൽ. അവിടുന്ന് ഒരു കാറ് വന്ന് ഇടിപ്പിക്കാണ്ട് നോക്കണം. പിന്നെ അവിടെ വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല നീളം കൂടിയ വണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം എത്താറോ ഇപ്പോൾ അവിടുത്തെ ആ പോസ്റ്റിൽ ഇടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട്. പച്ച ലെമ്പോർഗിനിയാണ്. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജുറാസിക് പാർക്ക് അവിടെ നിന്ന് കാണാം. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ജുറാസിക് പാർക്കിൻ്റെ അവിടുത്തെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ സ്റ്റോപ്പിൽ ഒരാളുണ്ടായുള്ളൂ. അപ്പോൾ അവിടെ അടുത്ത സ്റ്റോപ്പ് വന്നത് എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പതുക്കെ വളച്ചെടുക്കട്ടെ. ഇപ്പം പോയി ആ നെറ്റ് ഇടിച്ചേനെ. നമുക്കിനി ഇവിടെ നിന്ന് ഫുൾ സ്പീഡ് എടുക്കാം. എന്നാലേ എത്തുള്ളൂ. ഞാൻ ഫുൾ സ്പീഡ് എടുത്ത് പോകാൻ പോകണം, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും എത്തിയല്ല. അങ്ങനത്തെ വണ്ടിയായത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡെന്ന് വെച്ചാൽ 80 അതിനേക്കാളും മേലെ ഈ വണ്ടി പോയല്ല. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് കുറേ പോകണം. ഇവിടെ ഒരു ലെമ്പോർഗിനിയാണ്. പിന്നെ ഇവിടുത്തെ എല്ലാവരും റിച്ചാണ്. ഞാൻ മാത്രമാണ് ഇവിടെ റിച്ച് അല്ലാണ്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയായാലും പണി ചെയ്ത് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ ജോലിക്ക് കയറിയത്. പിന്നെ ആദ്യമായിട്ടായതുകൊണ്ടാണ് ഇത്ര ഇത്. അയ്യോ കൺട്രോൾ എൻ്റെ പൊന്നോ നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ കൺട്രോൾ പോയിട്ട് നേരെ അവിടുത്തെ ലെമ്പോറി ചെന്നിടിച്ചിട്ട് സൈഡിൽ പോസ്റ്റിൽ പിടിച്ച്. എൻ്റെ അമ്മോ, വണ്ടീൻ്റെ ബാക്കിലത്തെ ഫ്രണ്ടിലെത്താണെന്ന് അറിയില്ല, ബമ്പർ പോയി. എന്നാലും ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ പോയി അവസ്ഥ.